ഹലോ. അപ്പോൾ ഞാനിതാ നമ്മുടെ മാമിയുടെ കൃഷിത്തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തായാലും മാമിയുടെ കൃഷിത്തോട്ടത്തിൽ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുള്ള് വെജിറ്റബിൾസ് ഇങ്ങനെ വിളവെടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2 ദിവസമായിട്ട് മാമി വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വരാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും കുറച്ച് ഓർഗാനിക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. പടവലങ്ങ, കൈപ്പക്ക, മുളക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ മാമി നട്ട് കുറച്ചൊക്കെ വളർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ള് ഇത് അവിടെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചാമ്പക്ക കണ്ടപ്പോൾ കൊതി മൂത്തിട്ട് ചാമ്പക്കേൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുകയാണ്, ചൊറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാമ്പക്ക ആദ്യം തിന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. എന്നിട്ട് കുറച്ച് ഞാൻ കൊട്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ നമുക്ക് പറിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചാമ്പക്ക നോക്കാം ആദ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മാമിയുടെ കൃഷിത്തോട്ടത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലെത്തി. ഒരുപാട് ഓർഗാനിക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ചാമ്പക്കന്ന് തുടങ്ങാന്ന് വിചാരിച്ചതാ. ചാമ്പക്ക ഒക്കെ കുറേയൊക്കെ പോയി, പിന്നെ കുറച്ചുണ്ട് ഇതായിട്ട് കിടക്കുന്നത്. അപ്പോൾ കുറേ ഞാൻ ചാമ്പക്ക തിന്നിട്ട്. നമുക്ക് ആദ്യം തന്നെ ചാമ്പക്ക ഒന്ന് പറിച്ച് തിന്ന് നോക്കാം. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, സത്യം കേട്ടോ. ഞാൻ വെച്ച് ഭയങ്കര പുളിയായിരിക്കും എന്ന് വിചാരിച്ചത്, പക്ഷെങ്കിൽ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഓ, വെരി ടേസ്റ്റി. ഇതാ പറയുന്നത്, വളമൊന്നും ചേർക്കാണ്ട് നമ്മുടെ നാട്ടിലെ പറമ്പിലെ സാധനം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാമ്പക്ക. മാമി പറഞ്ഞ് നല്ലതുണ്ടെല്ലാം പറിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറിക്കുന്നുണ്ട്. മാമി ഓൾറെഡി 2 ദിവസമായിട്ട് ഒരേ വിളവെടുക്കലാണ്. അപ്പോൾ ഞാനും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വിളവെടുക്കാം. കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പടവലങ്ങ, കൈപ്പക്ക, മുളക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. മാമിയുടെ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോ കറക്റ്റ് ടൈം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം കാണാൻ പറ്റും. അപ്പോൾ വഴുതനങ്ങയും കയ്പയ്ക്കയും മുളകും അതുപോലെ തന്നെ കൈതച്ചക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു മാമിയുടെ തോട്ടത്തിൽ. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടടിച്ചു എന്ന് പറയാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ തളർന്ന് അവസാനം ഞാൻ വിളവെടുത്ത് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.